അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയുടെ നടപടിയെ എങ്ങനെ കാണുന്നു എന്നതാണ്. ഈ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത്, സിവിലിയൻസിനോ അതല്ലെങ്കിൽ മറ്റ് പാകിസ്ഥാന്റെ ഔദ്യോഗിക സംവിധാനങ്ങളോ ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്ന ഇന്ത്യയുടെ ആ തീരുമാനത്തെ ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളാണോ ലോക സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്? മനു, തീർച്ചയായും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരവാദത്തിനെതിരെയും അതോടൊപ്പം ഭീകരപ്രവർത്തനങ്ങൾക്ക് എതിരെയും ഇന്ത്യ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിൽ തങ്ങൾ ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ വിവിധ രാജ്യങ്ങളുടെ മേധാവികൾ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരും നയതന്ത്ര ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങളും വിവിധ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും റഷ്യ, അതോടൊപ്പം ചൈന, അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, US തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ രാജ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് ഭീകരവാദത്തിനെതിരെ ഈ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാട് അത് ഏറെ അഭിനന്ദനാർഹമാണ് എന്നുള്ള കാര്യമാണ് എല്ലാ രാജ്യങ്ങളും ഒരുപോലെ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും മറ്റു സിവിലിയൻസിന്, അതായത് പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അപകടം സംഭവിക്കാതെ അല്ലെങ്കിൽ അവരുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നാവികസേനയും വ്യോമസേനയും ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടത്തിയിട്ടുള്ളത്. പ്രധാനമായും 25 കേന്ദ്രങ്ങൾ ഉന്നം വെക്കുകയും 9 സുപ്രധാന ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുള്ളത് രാജ്യത്തിന് തന്നെ വലിയ ഒരു പൊൻതൂവലായി കൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാനും ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് എന്നുള്ളതിൽ അഭിമാനം കൊള്ളാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഐക്യരാഷ്ട്രസഭയടക്കം നേരത്തെ ഈ വിഷയങ്ങളിൽ ഇടപെടുകയും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഈ പ്രകോപനം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പ്രതികരണം അത് അഭിനന്ദനാർഹമാണ് എന്നുള്ള കാര്യം തന്നെയാണ് മറ്റു രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെയും അതോടൊപ്പം സൗമ്യമായും പരിഹരിക്കണമെന്ന നിർദ്ദേശങ്ങളും മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇരു രാജ്യങ്ങളുടെയും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പകരമായാണ് ഇപ്പോൾ സിന്ധൂർ ആക്രമണം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇനിയൊരു ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകരുത്. ഈ പ്രശ്നങ്ങൾ, അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക ഇടപെടാൻ തയ്യാറാണ്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആവശ്യമാണെങ്കിൽ തങ്ങൾ കൈക്കൊള്ളാം എന്നുള്ള കാര്യം ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുമായും തങ്ങൾക്ക്, അതായത് അമേരിക്കക്ക് കൃത്യമായിട്ടുള്ള നല്ല ബന്ധമുണ്ട്. ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ സ്ഥിരം സമീപനമാണ്. കാരണം ഒരേ സമയം തന്നെ ഇന്ത്യയിലും പാകിസ്ഥാനിലും കാലുവയ്ക്കുക എന്നത് അമേരിക്കയുടെ സ്ഥിരം സമീപനമാണ്. നമ്മളത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.